1 കോടി ആളുകൾക്ക് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് കേരളത്തിൽ. 1 കോടി ആള്. അല്ലല്ല, അങ്ങനെയല്ല, അത് ആളുകളെ കളിപ്പിക്കുന്ന രീതിയാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട പൈസയാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരാള് ഒരു കടം തരാനുണ്ട്, കുറെ പൈസ എന്ത് ചെയ്തിട്ടും തരുന്നില്ല. അപ്പൊ അവർക്കൊരാവശ്യം വരുമ്പോ നമുക്ക് തൊട്ട് പെട്ടെന്ന് കൊണ്ട് തരുവാണ്, നമുക്ക് കൊണ്ട് തരും. അപ്പൊ തരുമ്പോ നമുക്ക് അവരോടൊരു ഇത് വരില്ല, ഓ തന്നല്ല ഒന്ന്, അത്രയേ ഉള്ളൂ. അതായത് അതൊരു കാപട്യമാണ്, കബളിപ്പിക്കലാണ്, പാവപ്പെട്ടവന്റെ ഒരു ദൈന്യതയെ മുതലെടുക്കുകയാണ്. അതാണ് അല്ല, ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കണ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഇവിടെ വെച്ചും പറഞ്ഞല്ലോ, കേരളത്തിൽ ധനപ്രതിസന്ധി ഇല്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്. ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വികസന വിരുദ്ധനാണ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ എണ്ണി പറഞ്ഞല്ലോ കൺവെൻഷനിൽ, 1.5 ലക്ഷം കോടിയോളം രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട് സർക്കാർ. സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുത്തിട്ടില്ല. സ്കൂളിലെ പാവപ്പെട്ട പാചക തൊഴിലാളിക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. ആശുപത്രി മരുന്ന് കമ്പനികൾ 30% വില വർദ്ധിപ്പിച്ചു. എന്താ കാര്യം? സർക്കാർ പൈസ കൊടുക്കാത്തതുകൊണ്ട്. നമുക്ക് ഒരു സാധനം സപ്ലൈ ചെയ്താൽ കൃത്യമായി പൈസ കിട്ടില്ല എന്ന് കണ്ടാൽ സാധനത്തിന്റെ വില വർദ്ധിപ്പിക്കും സപ്ലൈ ചെയ്യണത്. കാരണം അവർക്ക് ഇനി ഇത്തിരി വൈകി കിട്ടിയാലും മതി എന്നുള്ളത്. പക്ഷെ 30% വില വർദ്ധിപ്പിച്ചു മരുന്നിന്റെ വില. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോയതാ, പറയാതിരിക്കാൻ പാടില്ല. LCT ചാർജ് 3 പ്രാവശ്യം കൂട്ടിയല്ലോ. നവംബറിൽ ഒരു ഉത്തരവ് വന്നപ്പോൾ ഏപ്രിലും കൂടി കൂട്ടിക്കൊണ്ടാണ് ഉത്തരവ് വന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒറ്റ ഉത്തരവിൽ നവംബറിൽ കൂട്ടി. ഇപ്പൊ വീണ്ടും LCT ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് എഴുതിയിരിക്കുക, 1 യൂണിറ്റിന് 32 പൈസ കൂടി വർദ്ധിപ്പിക്കണം. രഹസ്യമൊക്കെ വെച്ചിരിക്കുക, 1 യൂണിറ്റിന് 32 പൈസ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് റെഗുലേറ്ററി അതോറിറ്റിക്ക് LCT ബോർഡ് എഴുതിയേക്കുക. അപ്പൊ 6 മാസത്തിനുള്ളിൽ എത്രാമത്തെ വർധനവാ? എന്താ കാര്യം? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് വൈദ്യുതി മേടിക്കാനുള്ള ഉത്തരവുണ്ടാക്കി, എഗ്രിമെന്റ് വെച്ചു. നമ്മുടെ ഗവൺമെന്റും ഈ ഗവൺമെന്റ് 7 കൊല്ലം ഇത് വാങ്ങിച്ചു. 2 വർഷം മുമ്പ് പെട്ടെന്ന് ബോധോദയം ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു ആ കരാർ കട്ട് ചെയ്തു, റദ്ദാക്കി. അദാനിയുടെ കമ്പനിയിൽ നിന്ന് കറണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റദ്ദാക്കിയത്. അദാനിയായിട്ടുള്ള ഡീലാണ്, അദാനി കമ്പനിയായിട്ടുള്ള ഡീലാണ് ഉറപ്പാക്കിയത്. 4 രൂപ 29 പൈസയ്ക്ക് 1 യൂണിറ്റിന് വൈദ്യുതി കിട്ടുന്ന കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്ക് ഇപ്പോൾ വൈദ്യുതി മേടിക്കണമെന്നറിയാം? 8 രൂപ മുതൽ 12 രൂപ വരെ. വൈദ്യുതി ബോർഡിന് ഒരു ദിവസത്തെ ആവറേജ് കടം 20 കോടി വെച്ച് വരുവാണ്. അത് തന്നെ ഇപ്പൊ തന്നെ 1000 കോടി 2000 കോടിയിലേക്ക് കടക്കുകയാണ്. 1000 കോടിയിൽ നിന്ന് 2000 കോടിയിലേക്ക് കടക്കുകയാണ്. ഈ കരാർ റദ്ദാക്കിയത് കൊണ്ട് മാത്രം. ഈ ആര്യാട സാറാണ് ആ കരാർ ഉണ്ടാക്കിയത്. 25 കൊല്ലത്തേക്ക് 4 രൂപ 29 പൈസ യൂണിറ്റിന്. 7 കൊല്ലം കഴിഞ്ഞ് ഒറ്റ റദ്ദാക്കല്. എന്നിട്ട് 8 രൂപയ്ക്കും 12 രൂപയ്ക്കും മേടിക്കുക. കൊള്ളയിലേത് കൊള്ള. ഈ സർക്കാരിനെതിരായിട്ട് അഴിമതി ആരോപണമൊന്നും ഇല്ലല്ലോ. ഇത് മതിയല്ല. 4 രൂപ 29 പൈസയ്ക്ക് മേടിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി 8 രൂപ തൊട്ട് 12 രൂപ വരെ യൂണിറ്റിന് മേടിച്ച് 100 കണക്കിന് നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ അടക്കം KC വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷൻ പരാമർശം അടക്കം പുതിയ കാര്യങ്ങൾ അവിടെ നിലമ്പൂരിൽ കൂടുതൽ ചർച്ചയാകുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം.